താങ്കൾ പറഞ്ഞത് ആരെയും വീട്ടിൽ പോയി ക്ഷണിക്കുന്നില്ല സിനിമ കാണാനായിട്ട് വരുന്നത്. പക്ഷെ താങ്കളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്കൊന്ന് പറയേണ്ടതുണ്ട്, ഒരിക്കലും സിനിമ ഹലോ, ഞാൻ ഒരുത്തന്നെ തന്തയുടെ പൈസക്കെല്ലാം എടുക്കുന്നത്. ഹലോ, ഞാൻ ഒരുത്തന്നെ തന്തയുടെ പൈസക്കെല്ലാം എടുക്കുന്നത്. മാ എന്ന പദം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. കുട്ടികൾ യഥാർത്ഥത്തിൽ അമ്മേന്ന് വിളിച്ചിട്ടൊന്നുമല്ല, കുഞ്ഞു കുട്ടികളെ കാര്യം ഞാൻ പറയുന്നത്. മാ 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 എന്ന കുട്ടി പറയുന്നു. അപ്പോൾ അമ്മ കണ്ടോ എൻ്റെ കുട്ടി എന്നെ തിരിച്ചറിഞ്ഞിട്ടോ, എൻ്റെ കുട്ടി ഒന്ന് സംഭവമാണെന്നൊക്കെ പറയുന്നതാണ്. ആക്ച്വലി കുട്ടി മാ എന്ന് മാത്രമാണ് പറയുന്നത്. ആ മായെ അമ്മയാക്കുന്നു. ഇങ്ങനെയുണ്ട് അച്ഛനൊക്കെ പിന്നെ വിളിപ്പിക്കാന്ന് വരുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് പ്രസവിച്ചാൽ അത് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യട്ടെ എന്ന് സ്ത്രീകളുടെ മനസ്സിലാവും. അച്ഛനൊക്കെ പിന്നെ വിളിപ്പിക്കാന്ന് വരുന്നത് ഞാൻ കഷ്ടപ്പെട്ട് പ്രസവിച്ചാൽ അത് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യട്ടെ എന്ന് സ്ത്രീകളുടെ മനസ്സിലാവും. ഞാനൊരു സിനിമ എടുക്കാൻ വരുമ്പോൾ എന്ത് വേണം, ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചേ പറ്റൂ. അതിനാണോ ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത്? സാർ, അത് കോപ്രായം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻസ്. അതിപ്പോൾ സാറിൻ്റെ സിനിമയിൽ സാറിൻ്റെ ഇപ്പോൾ എല്ലാ സിനിമയും വിജയിച്ചിട്ടില്ലല്ലോ, കുറേ സിനിമകൾ പരാജയപ്പെട്ടു. അതിലെ നായകനും കോപ്രായം കളിച്ചുകൊണ്ടാണ് പടം പൊട്ടിയത്. സാർ, ആ സിനിമയിൽ കലയില്ലാത്തതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത്. അതിൽ സാർ ആത്മാർത്ഥ കാണിക്കത്തോണ്ടായിരുന്നു ആ സിനിമ പരാജയപ്പെട്ടത്. എന്റെ സിനിമ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? എന്റെ സിനിമ എല്ലാം 100 ദിവസം ഓടിയിട്ടില്ല സാർ. ആകെ 2 സിനിമ ഹിറ്റ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പരാജയപ്പെട്ടു. ഞാൻ ആ സിനിമ എടുക്കുന്ന സമയത്തും എൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് 10,4 കോടിയായിരുന്നു. 10 കോടി എന്നുള്ള ബജറ്റിൽ പോയിട്ട് അത് 10,4 സാർ ഈ ബിസിനസ് ഒക്കെ ചിന്തിക്കും. കാരണം ഞാൻ വിചാരിച്ച സാർ വെറും കല 24 മണിക്കൂർ കലയെ കുറിച്ച് കലയുടെ കൂട്ടത്തിൽ നമ്മൾ ബിസിനസ് ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു അഭിനയശേഷി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ ഈ സിനിമയിൽ അഭിനയിക്കാനായി ഇറങ്ങിയത്? അങ്ങനെ ഒരു ശേഷിയും നമുക്കുണ്ടെന്ന് തോന്നാത്തൊരു വ്യക്തി ആ പണിക്ക് ഇറങ്ങൂലല്ലോ. അത് ഇഷ്ടപ്പെട്ടിട്ടാണോ തിയേറ്ററിൽ വരുമ്പോൾ എന്തുകൊണ്ട് ജനങ്ങൾ കൂക്കി വിളിക്കുന്നു? എനിക്കറിയാം, അത് കൂടുതൽ ആളുകളോട് ചോദിക്കുന്നത്. പക്ഷേ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത്? ഇവരുടെ സിനിമ എന്തുകൊണ്ട് വൻ പരാജയങ്ങളാവുന്നു? 95% സിനിമ നിങ്ങൾ ആരൊക്കെ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്? അവരുടെ സിനിമ കൂകി വിളിക്കാൻ പോലും ആളില്ല. എൻ്റെ സിനിമ കൂകി വിളിക്കാനെങ്കിലും ആളുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ സംശയം നിങ്ങൾ ഭയങ്കര സംഭവം തോന്നുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ വട്ടപൂജ്യമാണ് എങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഡോക്യുമെൻ്ററി എടുക്കാനുള്ള വിവരം നിങ്ങൾക്കുണ്ടോ? ഹിറ്റ് ആവണം. ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നതാണോ ഏറ്റവും വലിയ വിവരം? അതുപോലും ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. പലതരത്തിലുള്ള ലീവുണ്ട്. നമ്മളെ നാടല്ലേ 105 ദിവസം ദേശീയ ലീവുണ്ട്. രാഷ്ട്രീയക്കാരുടെ ഔദാര്യം കൊണ്ട് ബന്ധു ഹർത്താൽ നടത്തി 57 ദിവസം അങ്ങനെയും കിട്ടും. അങ്ങനെയൊക്കെ പകുതി ദിവസം അതുകൊണ്ട് കുറേ ദിവസം ലീവ് എടുക്കാം. എനിക്ക് 5 വർഷത്തെ ലീവ് പോലും വേണ്ട. പക്ഷേ സംഭവിക്കുന്ന എന്താണ്, ഇപ്പോൾ വീടിൻ്റെ നമ്പർ ഇടാൻ വരുന്ന ആളുകൾ, അങ്ങനെയുള്ള പല ആളുകളും വന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവസാനം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജോലി രാജിവെച്ചു. ഇപ്പം എന്തായി, PSC നിന്ന് ഒരാൾക്കിന് ജോലി കിട്ടി. ഇപ്പം എന്തായി, PSC നിന്ന് ഒരാൾക്കിന് ജോലി കിട്ടി. ചിരഞ്ജീവി IPS ചെയ്യുന്നതേ പറയൂ, പറയുന്നേ പ്രവർത്തിക്കൂ. I can do that, do can I that. അല്ലെങ്കിൽ പണി പാളും. ഓക്കെ സാർ.